ഞങ്ങളുടെ നേരെ കൈ നീട്ടിയാൽ അത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന ഇറാൻ ഇസ്രയേലിന് മറുപടി നൽകി. സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിനുള്ള മറുപടി അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണമായത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു രാജ്യത്തിന്റെ എംബസി ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഇതിന് മറുപടി നൽകുക എന്നത് ഇറാന്റെ അവകാശമായിരുന്നു. അതാണ് ഇറാൻ നൽകിയത്. നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടുകൊണ്ട് ഇറാൻ ഇസ്രയേലിനും ലോകത്തിനും ആ സന്ദേശം നൽകുകയായിരുന്നു. ഇറാനും ഇസ്രയേലും എപ്പോഴാണ് ശത്രുക്കളായി മാറിയതെന്ന് അറിയാമോ? ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്ന ഈ രണ്ട് രാജ്യങ്ങൾ ഇന്ന് സംഘർഷ ഭൂമിയായി മാറിയിരിക്കുന്നു. പണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നിരുന്ന പശ്ചിമേഷ്യയുടെ ആകാശത്ത് ഇന്ന് മിസൈലുകളും ഡ്രോണുകളുമാണ് വട്ടമിട്ട് പറക്കുന്നത്. അതെ, ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഭീതിയോടെ നോക്കുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. ഇത് വെറുമൊരു പ്രാദേശിക തർക്കമല്ല. 1979 വിപ്ലവത്തിനു ശേഷം സ്വന്തം പരമാധികാരവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ ഇറാൻ എടുത്ത തീരുമാനങ്ങളാണ് ഇന്ന് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ കടന്നുകയറ്റങ്ങൾക്കും അമേരിക്കൻ ഇടപെടലുകൾക്കും എതിരെ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം ഇന്ന് അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ ആഴവും പരപ്പും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളുമാണ്. നമുക്ക് ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഇപ്പോഴത്തെ പോലെ ഇത്ര കയപ്പുള്ളതായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഷാ ഭരണകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ അടുത്ത നയതന്ത്ര ബന്ധങ്ങളും സാമ്പത്തിക സഹകരണങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ 1979 ഇറാൻ വിപ്ലവം പശ്ചിമേഷ്യയുടെ ചരിത്രത്തെ തന്നെ തിരുത്തി കുറിക്കുന്നതായിരുന്നു. വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന പുതിയ സർക്കാർ ഇസ്രയേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറായില്ല. വിദേശ ശക്തികളുടെ കയ്യിലെ വെറും കളിപ്പാവയായിട്ടാണ് ഇസ്രയേലിനെ അന്ന് ഇറാൻ കണ്ടത്. കേവലം ഒരു തർക്കത്തിനപ്പുറം മേഖലയിൽ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും അനാവശ്യ ഇടപെടലുകളെ എതിർക്കുന്ന ഇറാന്റെ നയം അവരെ ഇസ്രയേലിന്റെ പ്രധാന ശത്രുവാക്കി മാറ്റി. പലസ്തീൻ ജനത നേരിടുന്ന അനീതിക്കെതിരെ ശക്തമായി ശബ്ദമുയർത്താൻ ഇറാൻ തീരുമാനിച്ചതും ഈ ശത്രുതയുടെ ആഴം കൂട്ടി. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇവർ നേരിട്ട് ഏറ്റുമുട്ടാതെ ഒരു നിഴൽ യുദ്ധം നടത്തി വരികയായിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയെയും ഗാസയിലെ ഹമാസിനെയും പോലുള്ള ഗ്രൂപ്പുകളെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ പ്രതിരോധം തുടരുകയായിരുന്നു. ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം ഗ്രൂപ്പുകൾക്ക് ഇറാൻ പിന്തുണ നൽകിയിരുന്നു. എന്തായാലും ഇന്ന് ആ നിഴൽ യുദ്ധത്തിന്റെ കാലം അവസാനിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ നേരിട്ട് നടത്തിയ പ്രകോപനങ്ങൾക്ക് നേരിട്ട് തന്നെ മറുപടി നൽകാൻ ഇറാൻ തയ്യാറായതോടെ ഈ പോരാട്ടം ഒരു പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്ത് സ്വാധീനമുറപ്പിക്കാനല്ല, മറിച്ച് മേഖലയിലെ സമാധാനം തകർക്കുന്ന ശക്തികളെ പ്രതിരോധിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ എംബസിക്ക് നേരെ നടന്ന ആക്രമണമാണ് പുതിയ പ്രകോപനങ്ങൾക്ക് കാരണമായത്. ഇതിന് തിരിച്ചടിയായി ഇറാൻ നേരിട്ട് ഇസ്രയേലിന് നേരെ നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തു. ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം അവയിൽ ഭൂരിഭാഗവും തകർത്തുവെങ്കിലും ഈ നീക്കം വലിയൊരു മുന്നറിയിപ്പായിരുന്നു. ഞങ്ങൾക്കും നിങ്ങളുടെ അതിർത്തി കടന്ന് ആക്രമിക്കാൻ കഴിയും എന്ന സന്ദേശമാണ് ഇറാൻ ഇവിടെ നൽകിയത്. ഇസ്രയേൽ ഇതിന് ശക്തമായ മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചതോടെ മേഖല പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങി. ഇത് ആധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. പശ്ചിമേഷ്യയിലെ കരുത്തർ തങ്ങളാണെന്ന് തെളിയിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന് പിന്നിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമുണ്ട്. ഇറാന് പിന്നിൽ റഷ്യയുടെയും ചൈനയുടെയും നിശബ്ദമായ പിന്തുണയുമുണ്ട്. ഈ ശക്തികൾ തമ്മിലുള്ള ചേരിതിരിവ് യുദ്ധം വ്യാപിപ്പിക്കാൻ കാരണമായേക്കും. പ്രത്യേകിച്ച് ഉക്രൈൻ
യുദ്ധം തുടരുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു വലിയ യുദ്ധം ലോക സാമ്പത്തിക രംഗത്തെ തകർക്കാൻ പര്യാപ്തമാണ്. ഈ തർക്കത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഘടകം ഇറാന്റെ ആണവ പദ്ധതികളാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇസ്രയേലും അമേരിക്കയും കാലങ്ങളായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. അത് തടയാൻ ഇസ്രയേൽ ഏത് സൈനിക നടപടിയും സ്വീകരിക്കുമെന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ആണവായുധം കൈവശമുള്ള ഇറാൻ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. മറുവശത്ത് തങ്ങളുടെ സ്വയം പ്രതിരോധത്തിന് ഈ സാങ്കേതിക വിദ്യ അത്യാവശ്യമാണെന്ന് ഇറാനും വാദിക്കുന്നു. ഈ തർക്കം ലോകത്തെ ഒരു ആണവ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിടുന്നുണ്ടോ എന്ന ആശങ്ക പ്രസക്തമാണ്. ഇനി നമുക്ക് സാമ്പത്തിക വശങ്ങൾ നോക്കാം. പശ്ചിമേഷ്യയിൽ യുദ്ധം നീണ്ടുപോയാൽ അതിന്റെ ആദ്യ പ്രഹരം ലഭിക്കുന്നത് ഇന്ധന വിലയ്ക്കായിരിക്കും. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വലിയ പണപ്പെരുപ്പത്തിന് കാരണമായേക്കും. കൂടാതെ ഹോർമുസ് കടലിടുക്ക് പോലുള്ള പ്രധാന വ്യാപാര പാതകൾ ഇറാൻ അടച്ചിരുന്നു. ഇതിലൂടെയല്ലേ ലോകത്തെ പകുതിയിലധികം ചരക്ക് നീക്കം നടക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ വില മുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വില വരെ ഇതിനാൽ വർദ്ധിക്കാൻ കാരണമാകും. സമാധാനം എന്നത് കേവലം ഒരു ആഗ്രഹമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഈ യുദ്ധം മറ്റൊരു കാര്യം കൂടി തെളിയിക്കുന്നു. യുദ്ധതന്ത്രങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. വലിയ സൈന്യങ്ങളെക്കാൾ ഇന്ന് സ്വാധീനം ചെലുത്തുന്നത് ഡ്രോണുകളും സൈബർ ആക്രമണങ്ങളുമാണ്. ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷിയും ഇറാന്റെ മിസൈൽ കരുത്തും തമ്മിലുള്ള ഒരു സാങ്കേതിക പോരാട്ടമാണ് നാം ഇന്ന് കാണുന്നത്. സൈബർ ലോകത്ത് പോലും ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുന്നു. പവർ ഗ്രിഡുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും തകർക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ഇത് വരാനിരിക്കുന്ന പുതിയ കാലത്തെ യുദ്ധങ്ങളുടെ ഏകദേശ രൂപമാണ് നൽകുന്നത്. സമാധാനത്തിനുള്ള സാധ്യതകൾ വിദൂരമാണോ എന്ന് ചോദിച്ചാൽ ഐക്യരാഷ്ട്രസഭയും വിവിധ ലോക രാജ്യങ്ങളും സമാധാന ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇരുഭാഗത്തും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഭരണകൂടങ്ങളാണ് നിലവിലുള്ളത്. പ്രതികാരം എന്ന വികാരം ഭരണതന്ത്രങ്ങളെ മറികടക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരാണ് ദുരിതത്തിലാകുന്നത്. ഗസയിലെയും ലെബനനിലെയും ജനത ഇതിനകം തന്നെ അതിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വാക്കുകൾക്ക് പകരം ആയുധങ്ങൾ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം കേവലം വാർത്താ തലക്കെട്ടുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കുന്ന ഒന്നായി മാറുകയാണ്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല എന്ന സത്യം ഭരണാധികാരികൾ തിരിച്ചറിയുമോ, അതോ ലോകം മറ്റൊരു വലിയ വിനാശത്തിലേക്ക് നീങ്ങുമോ? വരും ദിവസങ്ങൾ ഇതിൽ നിർണായകമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.